മതം മനസ്സിനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാനത്തും അസ്ഥാനത്തും ഉദ്ധരിക്കുന്നവരുണ്ട്. മാർക്സ് മതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ മതങ്ങളുടെ സ്വഭാവത്തിലെ വൈരുദ്ധ്യം അല്ലെങ്കിൽ മതം എങ്ങനെ സമൂഹത്തിൽ ഇടപെടുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വൈരുദ്ധ്യാത്മകമായ ഒരു കാഴ്ചപ്പാടാണ് ഏറ്റവും ലളിതസുന്ദരമായി മാർക്സ് ആവിഷ്കരിച്ചത്. അദ്ദേഹം ആ പറഞ്ഞ വരിയുടെ കൂടെ തന്നെ ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാകുന്നു മതം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമാന സ്വഭാവമുള്ള മറ്റു ചില വരികൾ അതിലുണ്ട്. മതം അനാദികാലം മുതൽക്കുണ്ടായിരുന്നതല്ല, മാനവരാശിയുടെ വികാസ പരിണാമ പ്രക്രിയയിൽ ഒരു ഘട്ടത്തിൽ ആവിർഭവിക്കുകയാണ് മതങ്ങൾ. ആ മതം നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് രൂപപരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്നലെ കണ്ട മതമല്ല ഇന്ന് നാം കാണുന്ന മതം. ഇന്നത്തെ മതമായിരിക്കില്ല നാളത്തെ മതം. മതവും വിശ്വാസവും ഈ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ദൈവസങ്കല്പങ്ങൾ മാറി വരുന്നുണ്ട്. നമുക്ക് ഇത്തിരി പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അതാണ് വസ്തുത. ഒരു കാലഘട്ടത്തിൽ വളരെ സജീവമായിരുന്ന ദൈവങ്ങളിൽ പലരും ഇന്ന് ഇല്ല. എന്ന് വെച്ചാൽ ഒരുപാട് ദൈവങ്ങൾ മരിച്ചുപോയിരിക്കുന്നു. മരിച്ചുപോയ ദൈവങ്ങളെ സംബന്ധിച്ചൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. അതിൽ 1, 2, 10, 100, 1000 ഒന്നുമല്ല, 10,000-കണക്കിന് ദൈവങ്ങൾ ഒരു കാലത്ത് ഉഗ്രപ്രതാപത്തോടുകൂടി ആരാധിക്കപ്പെട്ടിരുന്ന ദൈവങ്ങളാണ്. വലിയ ആരാധനാലയങ്ങളും ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളും ഉണ്ടായിരുന്ന ദൈവങ്ങൾ. പക്ഷെ ഇന്ന് ആ ദൈവങ്ങളില്ല. അവയുടെ സ്ഥാനത്ത് പുതിയ ദൈവങ്ങൾ പിറവിയെടുത്തു. എല്ലാ രാജ്യങ്ങളിലും അതിന്റെ സംസ്കാരങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മെക്സിക്കോയിൽ പണ്ടൊരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ പേര് ഹുറ്റ്സിലോപോച്ചിറ്റ്ലി എന്നാണ്. ആ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ആ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നത് ആ ദൈവത്തിന് ശക്തി കൂടണമെങ്കിൽ മനുഷ്യരുടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ രക്തം വേണം എന്നാണ്. യുവാക്കളുടെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോഴാണ് ആ ദൈവത്തിന് ശക്തി കൂടുക എന്നാണ് പറഞ്ഞത്. 50,000-ൽ അധികം വരുന്ന ചെറുപ്പക്കാരെ ഈ ദൈവത്തിന് ശക്തി കൂടുന്നതിന് വേണ്ടി ബലി നൽകിയിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ ആ ദൈവം ഇന്നില്ല. 50,000-ലധികം വരുന്ന ചെറുപ്പക്കാരുടെ രക്തത്തിനും ആ ദൈവത്തെ നിലനിർത്താൻ കഴിഞ്ഞില്ല. ദൈവം മരിച്ചുപോയി. പഴയവയുടെ സ്ഥാനത്ത് പുതിയ ദൈവങ്ങൾ ഉണ്ടായി. കൂടുതൽ ശക്തിയുള്ള ദൈവങ്ങൾ, പുതിയ മതങ്ങൾ വന്നു, പുതിയ ആരാധനാലയങ്ങൾ വന്നു, പുതിയ വിശ്വാസ ക്രമങ്ങൾ വന്നു. ഇതിനെയും അനസ്യൂതം മുൻപോട്ട് പോകാനാണ് സാധ്യത. ഇന്ന് നാം കാണുന്ന ദൈവങ്ങൾ, ഇന്ന് നാം കണ്ടു കേട്ട് പരിചയിക്കുന്ന മതങ്ങൾ എത്ര കാലമാണ് ഉണ്ടാവുക നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പ്രവചിക്കാനാവില്ല. 100 കൊല്ലം, 200 കൊല്ലം, 500 കൊല്ലം അറിയില്ല. പക്ഷെ പുതിയ ദൈവങ്ങൾ വരും. അതാണ് ചരിത്രം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. പഴയതിനേക്കാൾ കരുത്തുള്ള ദൈവങ്ങൾ, വലിയ ശക്തിയുള്ള ദൈവങ്ങൾ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇന്ത്യൻ അന്തരീക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ ഭാരതീയ ദൈവങ്ങളുടെ പ്രത്യേകത, ഇപ്പോ ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ദൈവം എന്ന നിലയ്ക്ക് എടുത്തു പറയുന്നില്ല. ദൈവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ നിങ്ങൾ നോക്കൂ. ആഗ്നേയാസ്ത്രം, ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ അമ്പും വില്ലും, അതാണ് സാധനം. ആ രീതിയിലുള്ള ആയുധങ്ങളാണ് അല്ലേ. അതുപോലെ പുലിയുടെ പുറത്ത് പോയിട്ടുള്ള ദൈവമുണ്ട്, എലിയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ദൈവമുണ്ട്, മയിലിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന ദൈവമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്ന ദൈവമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇല്ലാത്തത്. അന്ന് ഇന്നോവ കാറില്ല. ആ ദൈവസങ്കല്പം ആവിർഭവിക്കുന്ന കാലഘട്ടത്തിൽ കാറില്ല. അന്ന് കാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് കാറുണ്ടാവുമല്ലോ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ദൈവമുണ്ടോ ഏതെങ്കിലും മതത്തിൽ? ഇല്ല. എന്തുകൊണ്ടാണ്? ആ ദൈവസങ്കല്പം ആവിർഭവിക്കുന്ന ആ മതങ്ങൾ രൂപപ്പെട്ടു വരുന്ന കാലത്തിൽ അതൊന്നുമില്ല. പക്ഷെ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ദൈവങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. എല്ലാ ആധുനികമായ സംവിധാനങ്ങളും സന്നാഹങ്ങളുള്ളതായിരിക്കും. ഞാൻ യാദൃശ്യമായിട്ട് പറഞ്ഞു വന്നപ്പോൾ ആമുഖമായി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ പുതിയ ദൈവങ്ങൾ വരും.
ഇപ്പൊ നമ്മുടെ ഫാദർ പത്തനംതിട്ടയിലാണ് വരുന്നത്. കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി അടുത്ത് പൊൻകുന്നത്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ആ പ്രതിഷ്ഠയുടെ പേര് ജഡ്ജി അമ്മാവൻ എന്നാണ്. ഒരു ദൈവമാണ് ജഡ്ജി അമ്മാവൻ. കേട്ടിട്ടുണ്ട? അങ്ങനെ ഒരു ദൈവമുണ്ട്. അപ്പൊ പഴയ തിരുവിതാംകൂർ രാജാവിന്റെ കാലത്തെ ഒരു ജഡ്ജി ആയിരുന്നു അത്ര അദ്ദേഹം. വളരെ നീതിനിഷ്ഠനായ ജഡ്ജി ആയിരുന്നു, ന്യായാധിപനായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഐതിഹ്യത്തിലേക്ക് ആ കഥയിലേക്കൊന്നും പോയില്ല. പക്ഷെ അദ്ദേഹത്തെ ഒരു പ്രതിഷ്ഠ വെച്ചിരിക്കുകയാണ്. അതൊരു ദൈവമായി മാറി. അപ്പൊ ഇപ്പൊ കോടതിയിൽ കേസ് ജയിക്കണമെങ്കിൽ ഈ ദൈവത്തെ കണ്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന വിശ്വാസം കുറെ ആളുകൾക്കിടയിൽ പ്രബലമായിട്ടുണ്ട്. അപ്പൊ കോടതിയിൽ കേസ് കെട്ടുമായിട്ട് ആളുകൾ വന്നിട്ട് ഈ ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാം. ഒരു പുതിയ ദൈവം ജനിച്ചു, മനസ്സിലായോ? അതൊരു പുതിയ ദൈവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ ദൈവങ്ങൾ വരും, പുതിയ മതങ്ങൾ വരും, പുതിയ വിശ്വാസക്രമങ്ങൾ വരും. ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഈ ദൈവങ്ങൾ എന്ന് പറയുന്നതൊന്നുമില്ല. ഇതൊക്കെ വെറും സങ്കല്പം മാത്രമാണെന്ന് തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ. ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തന്നെ നിരീശ്വരവാദമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല എന്ന് EMS പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. യുക്തിവാദമല്ല ഇടതുപക്ഷ രാഷ്ട്രീയം, കമ്മ്യൂണിസം. യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഏറ്റെടുത്തിട്ടുള്ളത് ഒരേ ദൗത്യമല്ല എന്നാണ് EMS അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. യുക്തിവാദികൾ തെളിയിക്കാൻ ശ്രമിക്കുന്ന ദൈവം ഇല്ലാന്നാണ് അവർ പറയുന്നത്. ആ ഇല്ലാത്ത ദൈവത്തിനോടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. വിശ്വാസിയും നിരീശ്വരവാദിയും തമ്മിലുള്ള സമരം എന്താണ്? ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള സമരമാണ്. ഈ സമരം ശക്തിപ്പെട്ടു വരികയാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഈ ദൈവസങ്കല്പത്തിനെതിരെ, മതസങ്കല്പത്തിനെതിരെ വലിയ യുദ്ധം നടത്തണം യുക്തിവാദികളെ പോലെ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പണ്ട് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ധാര ഉടലെടുത്തു. ഒരു വിഭാഗം അതിവിപ്ലവകാരികൾ പള്ളിക്കും മതത്തിനുമെതിരായ കുരിശു യുദ്ധമാണ് അടിയന്തരമായി ഏറ്റെടുക്കേണ്ടത് എന്ന നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിനെ എംഗൽസ് വിശേഷിപ്പിച്ചത് ഒരൊറ്റ വാക്കുകൊണ്ടാണ്. ആ വാക്ക് വിഡ്ഢിത്തം എന്നാണ്. മതത്തിനും വിശ്വാസത്തിനുമെതിരായ കുരിശു യുദ്ധമല്ല മനുഷ്യസ്നേഹികൾ ഏറ്റെടുക്കേണ്ടത്. മതവും വിശ്വാസവും ആവിർഭവിക്കുന്നത് ഓരോ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിന്റെ സവിശേഷതകൾക്കനുസരിച്ചാണ് വിശ്വാസങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന മനുഷ്യർ, ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി വലിയ വേദന അനുഭവിക്കേണ്ടി വരുന്ന, ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യർ, ആ ക്ലേശങ്ങളിൽ മനസ്സ് തളർന്നിരിക്കുന്ന സമയത്ത് വിശ്വാസം, ദൈവം, ഈശ്വര ചിന്ത, പ്രാർത്ഥന, ഇതൊക്കെ അവരൊരു ആശ്വാസം പകർന്നു നൽകുന്നു. അത് കിട്ടിക്കോട്ടെ, അത് കിട്ടേണ്ടത് എന്തിനാണ് പറയേണ്ട കാര്യം? അതുകൊണ്ടാണ് മാർക്സിന്റെ പ്രയോഗം അങ്ങനെ വന്നത്. പക്ഷെ ആ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ഭൗതിക ലോകത്തിൽ, ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റം വരുമോ? അങ്ങനെ മാറ്റം വരില്ല എന്ന് വിശ്വാസികൾക്ക് തന്നെ അതറിയാം. അതുകൊണ്ടാണ് അവർ ജോലിക്ക് പോകും, മറ്റ് വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിൽ ബിസിനസ്സിൽ ഏർപ്പെടും, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയുണ്ട്, പടച്ചവന്റെ ചോറ് എന്നാണ് പറയുക. ആണ് കഥയുടെ പേരെന്നാണ് എന്റെ ഓർമ്മ. പണ്ട് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. ആ കഥയുടെ ആകെ തുക ഇത്രയേ ഉള്ളൂ. ദൈവം ഭക്ഷണം കൊണ്ടുതരില്ല, അതിന് നിങ്ങൾ അധ്വാനിക്കുക തന്നെ വേണം, നിങ്ങൾ പരിശ്രമിക്കണം, നിങ്ങൾ വിശ്വാസമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ വിശ്വാസികളായ ആളുകൾക്ക് തന്നെ ഇതറിയാം, ജീവിക്കണമെങ്കിൽ അധ്വാനിക്കണം, പ്രവർത്തിക്കണം. അപ്പോ ആ രീതി തിരഞ്ഞെടുത്തവരാണ് വിശ്വാസികൾ. പക്ഷെ അവന്റെ ആത്മനൊമ്പരങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ ഈ വിശ്വാസത്തിന്റെ പാതയിൽ മുൻപോട്ട് പോയാൽ അവന് സാധിക്കുന്നു. അത് ആവട്ടെ, അതിനെ മനുഷ്യസ്നേഹപരമായിട്ടാണ് നാം സമീപിക്കുന്നത്. വേദനകളെ മറക്കാൻ, നിരാശാഭരിതമായ ജീവിതത്തിൽ നിന്ന് പ്രത്യാശയുടെ ഒരു വെളിച്ചം സ്വീകരിക്കാൻ ഒക്കെ നിങ്ങളെ വിശ്വാസം സഹായിക്കുമെങ്കിൽ അതാവട്ടെ. അങ്ങനെ വിശ്വാസികളോട്, അവിശ്വാസികളോട്, വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടുന്ന സകലമാന മനുഷ്യരുടെയും ഈ ഭൗതിക ലോകത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾക്കും ബുദ്ധിമുട്ടുകൾക്കും അറുതി വരുത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി, പണപ്പെരുപ്പം ഇത്യാദി കാര്യങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നാം പരിഹാരം കാണേണ്ടതാണ്.
അതിന് നമ്മുടെ വ്യവസ്ഥയിൽ തന്നെ മാറ്റം ഉണ്ടാകേണ്ടതാണ്. ചൂഷണത്തിനെതിരായി സമരം ശക്തിപ്പെടുത്തേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്നത്. മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നില്ല. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല. വിശ്വാസികളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് ആ വഴിക്ക് അവർക്ക് പോകാം. അതിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആ വിശ്വാസത്തെ ആരും എതിർക്കൊന്നുമില്ല. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന രാജ്യങ്ങളിൽ വിശ്വാസം ഇല്ലാതായിട്ടുണ്ടോ? ഇവിടെയും ഇല്ലാതായിട്ടില്ല. സോവിയറ്റ് വിപ്ലവത്തിന് ശേഷമാണ് സോവിയറ്റ് യൂണിയനിൽ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി ദിവസമായി കിട്ടിയത്. അത് ലെനിന്റെ ഭരണകാലത്താണ്. താഷ്കണ്ടിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന സിയാവുദ്ദീൻ ബാബ ഖാൻ രചിച്ച ഒരു പുസ്തകമുണ്ട്, ഇസ്ലാം ആൻഡ് മുസ്ലിംസ് ഇൻ ദ ലാൻഡ് ഓഫ് സോവിയറ്റ്സ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം ഇസ്ലാമിക വിശ്വാസങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു, ഇസ്ലാമിക ആരാധനാലയങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു, സാറിന്റെ കാലത്തെ അതിക്രമങ്ങളിൽ നിന്ന് എങ്ങനെ തങ്ങൾക്ക് വിമോചനം കിട്ടി എന്നാണ് ആ പുസ്തകത്തിൽ രചിച്ചിട്ടുള്ളത്. സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മതവിശ്വാസത്തെ തുടച്ചു നീക്കുകയല്ല ചെയ്തത്. വിശ്വാസി സമൂഹത്തിന് അതാവാം. അവർക്ക് ഒരു നാട്ടുനീതി വ്യവസ്ഥ എന്ന നിലയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇസ്ലാമിക ശരീഅത്തിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഒക്ടോബർ വിപ്ലവത്തിൽ തന്നെ വിശ്വാസികളായ മുസ്ലിങ്ങൾ വലിയൊരു വിഭാഗം പങ്കെടുത്തിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകൾ ആ വിപ്ലവത്തിന്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. അത് ഉടനീളം തുടർന്നു വന്നിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. രണ്ടാം ലോക യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഹിറ്റ്ലറെ റഷ്യൻ ചെമ്പട കീഴ്പ്പെടുത്തുന്നുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹിറ്റ്ലറുടെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ചുറ്റികയും അരുവാളും ആലേഖനം ചെയ്ത ഒരു വലിയ ചെമ്പതാക ഒരു റഷ്യൻ റെഡ് ഗാർഡ് ഉയർത്തുന്ന ഒരു ചിത്രമുണ്ട്. ആ പതാക ഉയർത്തുന്ന റെഡ് ഗാർഡിന്റെ പേര് തന്നെ അബ്ദുൽ ഹക്കീം ഇസ്മയിലോവ് എന്നാണ്. അയാളുടെ ജീവിതം തന്നെ അസാധാരണമായ ഒരു അനുഭവ സാക്ഷ്യമാണ്. ഹിറ്റ്ലറെ പരാജയപ്പെടുത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെ പരാജയപ്പെടുത്തുമ്പോൾ അവിടെ ഉയർത്താനുള്ള അസാധാരണമായ വലുപ്പമുള്ള ഒരു ചെങ്കൊടി അദ്ദേഹം തന്റെ ബാഗിൽ കയ്യിൽ വെച്ചിരുന്നു. ഈ യുദ്ധമുന്നണിയിൽ പോകുമ്പോൾ ആ യുദ്ധമുന്നണിയിൽ 6 തവണ മാരകമായി അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നുണ്ട്. ഓരോ തവണയും ചികിത്സ തേടി പരിക്ക് ഭേദമായി വീണ്ടും യുദ്ധമുന്നണിയിലേക്ക് പോവുകയാണ്. ഒടുവിൽ ഹിറ്റ്ലർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. നാസിപ്പട പരാജയപ്പെട്ടു. ആ ഉയർത്തിയ ചെങ്കൊടിയാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്. അദ്ദേഹം പിന്നീട് ദീർഘകാലം ജീവിച്ച് റഷ്യയിലെ പരമോന്നത പുരസ്കാരങ്ങളെല്ലാം നേടി 10-12 വർഷം മുൻപാണ് അദ്ദേഹം മരിച്ചത്. ഞാൻ പറഞ്ഞത് റഷ്യയുടെ മാത്രം അനുഭവമല്ല. ഇപ്പൊ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് മുനവർ അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ചൈന സന്ദർശിച്ചു. ചൈന സന്ദർശിച്ചപ്പോൾ അദ്ദേഹം കണ്ട അനുഭവങ്ങൾ വൻമതിലിന്റെ നാട്ടിൽ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം ദിനപത്രത്തിന്റെ വാരാന്ത പതിപ്പിൽ അദ്ദേഹം എഴുതി. ആ വാരാന്ത പതിപ്പിലെ ലേഖനത്തിൽ അദ്ദേഹം നേരിട്ട് കണ്ട ചൈനീസ് അനുഭവങ്ങളാണ് വിശദീകരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രത്യേകമായ ഹലാൽ ഭക്ഷണ കടകൾ എല്ലായിടത്തും ഉണ്ട്. അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നു. അവരുടെ ആരാധനാലയങ്ങൾ പ്രത്യേക പരിഗണനയോടുകൂടി അവിടെ സംരക്ഷിക്കപ്പെടുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതാവാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പൊ ലോകത്തിലെമ്പാടും ഇതാണ് അനുഭവം. ഇപ്പൊ കൊളംബിയയിൽ കാത്തോലിക്ക പാതിരിയായിരുന്നു, പുരോഹിതനായിരുന്നു ഫാദർ കാമിലാത്തോറെ റെസ്ട്രപ്പോ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനുമായി. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം ചെയ്ത സായുധ വിപ്ലവ പോരാട്ടത്തിൽ അദ്ദേഹം ആയുധമെടുത്ത് പോരാടിയ ആളാണ്. അങ്ങനെ ഒരു സമരമുഖത്ത് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ 2ാം ലോക യുദ്ധകാലത്ത് തന്നെ നാസികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ബിഷപ്പ് ഡിട്രിച്ച് ബോൺഹോഫർ, അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരുമായി സഹകരിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല, ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനങ്ങളുടെ ആകത്തുക മാനവികതയാണ്,
മാർക്സിസത്തിന്റെ ഹൃദയം മാനവികതയാണ്, മനുഷ്യത്വമാണ്. ഒരു പടി കൂടി കടന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ക്രൈസ്തവതയുടെയും കമ്മ്യൂണിസത്തിന്റെയും പതാക ഒന്നാണ്. അദ്ദേഹത്തിന്റെ വാചകമാണ്. ക്രൈസ്തവത ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യങ്ങളെയാണ് കമ്മ്യൂണിസം ഏറ്റെടുത്തത്. കമ്മ്യൂണിസം ഏറ്റെടുത്ത മുദ്രാവാക്യങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ ചാക്രിക ലേഖനം സർവരും സഹോദരർ എന്നാണ്. ആ ചാക്രിക ലേഖനത്തിൽ ഇന്നത്തെ ലോകക്രമത്തെ ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുന്ന, യുദ്ധസന്നാഹങ്ങൾക്ക് വേണ്ടി കോടാനുകോടികൾ ചെലവഴിക്കുന്ന, പട്ടിണിയും ദാരിദ്ര്യവും സൃഷ്ടിക്കുന്ന സാമ്രാജ്യത്വത്തെ ഒക്കെ ശക്തമായി അദ്ദേഹം വിമർശിക്കുന്നു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇടതുപക്ഷ രാഷ്ട്രീയം എന്നാൽ, കമ്മ്യൂണിസം എന്നാൽ മതത്തിനും വിശ്വാസത്തിനുമെതിരായ കുരിശു യുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഈ വിശ്വാസമെല്ലാം ഇല്ലാതായി പോകും എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതല്ല. ഈ ആവർത്തിച്ച നുണക്കഥകൾക്കും പ്രചാരവേലകൾക്കും അപ്പുറത്ത് വിശ്വാസിക്ക് വിശ്വസിക്കാനും വിശ്വാസം ഇല്ലാത്തവന് അങ്ങനെ ജീവിക്കാനും സമ്പൂർണമായ സ്വാതന്ത്ര്യം കൊടുക്കുകയും ഈ ഭൗതിക ലോകത്തിൽ ചൂഷണത്തിന്റെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും എല്ലാം അന്തരീക്ഷം മാറ്റുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുകയും ചെയ്യുക എന്നതാണ് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാനാണ്. ഞാൻ നമ്മുടെ നേരിട്ടുള്ള ഒരു വിഷയത്തിന്റെ ഭാഗമായി ഇത് വരുമോ എന്നറിയില്ല, എങ്കിലും ആദ്യ ഭാഗത്ത് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ. നമുക്ക് വിശ്വാസത്തെയും മതത്തെയും അതിന്റെ വഴിക്ക് വിടാം. അത് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളുമായി മുൻപോട്ട് പോകട്ടെ. വിഷയത്തിന്റെ അവസാന ഭാഗം വർഗീയത എന്നാണ്. ഈ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വർഗീയത എന്ന വാക്കിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, ഒരേ ഒരു അർത്ഥം. ആ അർത്ഥം രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി വിശ്വാസത്തെ ഉപയോഗിക്കുക, അതാണ് വർഗീയത. ഏറ്റവും ലളിതമായി ചുരുക്കി പറഞ്ഞാൽ അതാണ് വർഗീയതയുടെ അർത്ഥം. അധികാരത്തിന് വേണ്ടി വിശ്വാസത്തെ ഉപയോഗിക്കുക. വിശ്വാസവും അധികാരവും തമ്മിൽ ആ നിലയിൽ ബന്ധപ്പെടേണ്ട കാര്യമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുക എന്നത് അവരുടെ അജണ്ടയല്ല. എന്നാൽ അത് ആരുടെ അജണ്ടയാണ്? അത് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കാര്യമാണ്, രാഷ്ട്രീയ പ്രവർത്തകരുടേതാണ്. നമ്മുടെ കെയ്യൻ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ കെയ്യനെ നമ്മുടെ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ രാഷ്ട്രീയാധികാരം പിടിച്ചു പറ്റാൻ നമ്മുടെ സമൂഹത്തെ, ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക, അതിന്റെ പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യുക എന്നത് സ്വാഭാവികവും സാധാരണവുമാണ്. എന്നാൽ വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലെത്താൻ മതത്തെ അങ്ങ് കയറി പിടിക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഒരു കൂട്ടർ. മതത്തെ, വിശ്വാസത്തെ കൊടിയടയാളമായി സ്വീകരിച്ചാൽ നല്ല വിശ്വാസികൾക്കിടയിൽ സ്വീകാര്യത കിട്ടും എന്ന് കണക്കുകൂട്ടുകയാണ്. അപ്പൊ അധികാരത്തിലെത്തുന്നതിനുള്ള ഒരു ചവിട്ടുപടിയായി വിശ്വാസത്തെ ഉപയോഗിക്കാം എന്നതാണ് വർഗീയതയുടെ സൂത്രവാക്യം. ഈ വർഗീയതയ്ക്ക് പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വലിയ വേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ വർഗീയത അങ്ങനെ ചരിത്രാതീത കാലം മുതൽ ശക്തിപ്പെട്ടു നിന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ ഒരർത്ഥത്തിൽ വർഗീയതയുടെ വിത്ത് വിതയ്ക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ്. അത് നമ്മുടെ ഐക്യം തകർക്കാനാണ്. നാട്ടുരാജ്യങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചു എന്ന് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നാട്ടുരാജ്യങ്ങളെ തമ്മിൽ മാത്രമല്ല, ഇന്ത്യയിലെ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താൻ, ഈ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുതാപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ളത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ്. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 921 മലബാർ സമരം
ആ മലബാർ സമരത്തെ മാപ്പിള ലഹളയാക്കിയത്. അത് ബോധപൂർവം തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു വാക്കാണ് മാപ്പിള ലഹള. മാപ്പിള ലഹള എന്ന് മലബാറിലെ സമരത്തെ വിശേഷിപ്പിച്ചത് ബ്രിട്ടനാണ്. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്ന് വിളിച്ചതും ബ്രിട്ടനാണ്. ബ്രിട്ടൻ വിളിച്ച ആ വിളിയാണ് RSS ഇന്ന് ഏറ്റുവിളിക്കുന്നത്. മാപ്പിള ലഹളയാണ്. ഇന്ത്യയിലെ പല ഭാഷകളിലേക്കും വർഗീയമായ ഒരു കലാപമാണ് മലബാറിൽ ഉണ്ടായത് എന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് ബ്രിട്ടനാണ്. വലിയ പ്രചാരവേല നടത്തി. പല ദേശീയ നേതാക്കന്മാരും ആ പ്രചാരവേലയിൽ വീണുപോയിട്ടുമുണ്ട്. അന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ പ്രമുഖമായ ചില ദിനപത്രങ്ങൾ, മലയാള മനോരമയും ദീപികയുമെല്ലാം ബ്രിട്ടീഷ് ഭാഷ്യം വെള്ളം ചേർക്കാതെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മഹത്തായ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന പല ഘട്ടത്തിലും മനോരമയുടെയും ദീപികയുടെയും എല്ലാം പിന്തുണ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനായിരുന്നു. 1921 സെപ്റ്റംബർ മാസത്തിലെ ഒരു ദിവസം പുറത്തിറങ്ങിയ ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗത്തിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: നീതിപൂർവം വർത്തിക്കുന്ന ബ്രിട്ടീഷ് പതാക സർവോത്കർഷേണ പാറിപ്പറക്കട്ടെ. അതാണ്. ഏത് കാലത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സഹകരണ പ്രസ്ഥാനവും ഏതാണ്ട് അതേ സമയത്ത് മലബാർ സമരവും ഒക്കെ നടക്കുന്ന അതിതീക്ഷണമായ സമരാനുഭവങ്ങളാൽ ഇന്ത്യ സമരസാന്ദ്രമായ ഒരു കാലത്ത് നമ്മുടെ പത്രം എഴുതിയതാണ്. ഏത് വളരെ നീതിപൂർവമുള്ള ബ്രിട്ടീഷ് പതാക സർവോത്കർഷേണ പാറി പറക്കട്ടെ എന്നാണ് എഴുതിയത്. മനസ്സിലായി? അപ്പോ ആ സമീപനം വെച്ചു പുലർത്തിയ അന്നത്തെ പ്രമുഖ മാധ്യമങ്ങൾ വർഗീയമായ ചേരിതിരിവിന് നല്ല സംഭാവന നൽകിയിട്ടുണ്ട്. മലയാള മനോരമ മാത്രമല്ല, ദീപിക മാത്രമല്ല. 1921 മാതൃഭൂമി ഇല്ല, 23 മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. എന്നാൽ പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ മാതൃഭൂമിയിലും ഈ മതപരമായ സ്പർദ്ധയ്ക്ക് വളമിട്ട് കൊടുക്കുന്ന പ്രയോഗങ്ങളും ലേഖനങ്ങളും എല്ലാം ഒട്ടും പിശുക്കില്ലാതെ പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ബ്രിട്ടന്റെ ഇംഗിതാനുസരണമാണ്. അതിനൊരുപാട് മറ്റ് ചരിത്രരേഖകൾ സാക്ഷി പറയും. ഞാനതെല്ലാം ഇവിടെ പരാമർശിക്കുന്നില്ല. അതിനെല്ലാം ശേഷമാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടാവുന്നത്. ഇപ്പോ ക്വിറ്റ് ഇന്ത്യ സമരത്തെ സംബന്ധിച്ച് ഇപ്പോഴും പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആക്ഷേപിക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. സത്യത്തിൽ ആലോചിക്കുമ്പോൾ ഒരു യുക്തിയില്ലാത്തൊരു കാര്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തൊരു സമരമാണ്. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുക സ്വാഭാവികമായും കോൺഗ്രസ്സുകാരാണ്. കാരണം ആ കാലത്ത് ഇന്ത്യയിൽ പല പാർട്ടികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ പാർട്ടികളും അവരവരുടേതായ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോ കോൺഗ്രസ് ഒരു സമരം ആഹ്വാനം ചെയ്താൽ അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് പങ്കെടുക്കുക. അവരാണ് പങ്കെടുക്കേണ്ടത്. അന്ന് കോൺഗ്രസ് ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ പാർട്ടികളും ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തിട്ടുണ്ട്. പല കാരണങ്ങളാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരത്തോട് യോജിച്ചിട്ടില്ല, വിയോജിക്കുകയാണ്. ആ സാർവദേശീയ രാഷ്ട്രീയ പശ്ചാത്തലം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ്. അതെല്ലാം ഒരുപാട് സമയമെടുത്ത് വിശദീകരിക്കേണ്ട കാര്യമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, അന്നൊരു പാർട്ടിയും ക്വിറ്റ് ഇന്ത്യ സമരത്തെ കോൺഗ്രസിന് പുറത്ത് പിന്തുണച്ചിട്ടില്ല. മുസ്ലിം ലീഗ് അതിശക്തമായി എതിർത്തു. അന്ന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രമേയത്തിലെ വാചകം ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല, അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുമെതിരായ വെല്ലുവിളിയാണ്. ഇതാണ് ഒരു പ്രമേയത്തിലെ വാചകം. ഹിന്ദു മഹാസഭ എതിർത്തൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ മൊത്തത്തിലെതിരായിരുന്നു. MN റോയിയുടെ പാർട്ടി അതിശക്തമായി ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. സപ്രുവിന്റെയും മറ്റും നേതൃത്വത്തിലുണ്ടായിരുന്ന ലിബറൽ പാർട്ടി അതിശക്തമായി ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർക്കുകയാണ് ഇത്. എല്ലാവരും ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തു. കോൺഗ്രസ് മാത്രമേ ആ സമരത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. അപ്പൊ ആ സമരത്തിൽ പിന്നെന്തുകൊണ്ട് മറ്റുള്ളവർ പങ്കെടുത്തില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ല. ഞാൻ ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് പരാമർശിച്ചതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടൻ
സ്ഥിതിഗതികളെ നിരീക്ഷിച്ചപ്പോ പലരും ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർക്കുന്നുണ്ട്. പക്ഷെ അതിൽ മുസ്ലിം ലീഗിന്റെ എതിർപ്പിനെ ബ്രിട്ടൻ പ്രത്യേകമായി കണ്ടു. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു, മുസ്ലിം ലീഗ് അതിനെ എതിർക്കുന്നുമുണ്ട്. അന്ന് ബ്രിട്ടന്റെ ഇൻഫർമേഷൻ ഡയറക്ടറായിരുന്ന മിസ്റ്റർ പക്കിൾ പ്രൊവിൻഷ്യൽ സർക്കാരുകൾക്ക് അയച്ച ഒരു സർക്കുലർ, ആ സർക്കുലറിൽ അദ്ദേഹം പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ നാം പരമാവധി അകലം വർദ്ധിപ്പിക്കണം, സ്പർദ്ധയുണ്ടാക്കണം എന്ന് തന്നെയാണ്. ബ്രിട്ടീഷ് ഇൻഫർമേഷൻ ഡയറക്ടറുടെ രേഖാമൂലമുള്ള നിർദ്ദേശം ഈ അവസരത്തെ നിങ്ങൾ വർഗീയമായി ചേരിതിരിക്കാൻ ഉപയോഗിക്കുക, വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുക എന്നാണ്. അങ്ങനെയെല്ലാം മുദ്രാവാക്യങ്ങളോ 190 കൊല്ലം ആദ്യം കമ്പനിയും പിന്നെ ഗവൺമെന്റുമായി ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിലുണ്ടായി. ഈ 190 കൊല്ലവും ഇവിടെ മേധാവിത്വം വഹിച്ചവർ മതപരമായി ചിന്തിച്ച ക്രൈസ്തവരല്ലേ? ബ്രിട്ടനിൽ നിന്ന് ഒരു നമ്പൂതിരി ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിട്ടുണ്ടോ? അല്ലെ ഡിസ്ട്രിക്ട് ബോർഡ് കളക്ടറോ ജുഡീഷ്യൽ ഓഫീസറോ ആയിട്ടുണ്ടോ? ഇല്ലല്ലോ, എല്ലാം ക്രൈസ്തവരാണ്. അന്ന് ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യ 1% ഉണ്ടാവില്ല. പക്ഷെ എവിടെയെങ്കിലും 1% പോലുമില്ലാത്ത ക്രിസ്ത്യാനിക്ക് ഇന്ത്യ ഭരിക്കാൻ എന്ത് അവകാശം എന്ന് ചോദ്യം ഉയർന്നിട്ടുണ്ടോ? ഇല്ല, എവിടെയും ആ ചോദ്യം ഉയർന്നിട്ടില്ല. ബ്രിട്ടീഷുകാരന്റെ മതം നമുക്ക് പ്രശ്നമായിരുന്നില്ല. ബ്രിട്ടനെതിരെ ധീരമായി പോരാടുമ്പോൾ അവിടെ മതം ഒരു വിഷയമായി കടന്നു വന്നതേയില്ല. മാത്രവുമല്ല, ഇന്ത്യയിലെ ക്രൈസ്തവർ ബ്രിട്ടനെതിരായ പോരാട്ടത്തിൽ അണിനിരക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയെല്ലാമുള്ള പ്രൗഢമായ ഒരു ഭൂതകാലമാണ് നമുക്കുള്ളത്. അതിനെയാണ് വർഗീയവൽക്കരിക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചത്. ആ ബ്രിട്ടന്റെ വർഗീയവൽക്കരണ ശ്രമങ്ങളെ ഇരു കൈയും നീട്ടി ഏറ്റുവാങ്ങിയത് സംഘപരിവാരമാണ്, RSS ആണ്. 1925 മുതൽ കറകളഞ്ഞ വെള്ളം ചേർക്കാത്ത വർഗീയതയാണ് RSS ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. 925 ഹെഡ്ഗവാർ RSS രൂപീകരിക്കുന്നതിന് മുൻപ് ജയിൽ വിമോചിതനായി വന്ന 923 എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന വർഗീയതയുടെ തത്വശാസ്ത്രം എഴുതിയുണ്ടാക്കിയ സവർക്കറെ സന്ദർശിക്കുന്നുണ്ട്. സവർക്കറുമായി കൂടിയാലോചന നടത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് ഗോൾവാൾക്കർ ഹെഡ്ഗേവാർ RSS രൂപീകരിക്കുന്നത്. മതരാഷ്ട്രം എന്ന കാഴ്ചപ്പാട് മുൻപോട്ട് വെച്ച് കറകളഞ്ഞ വർഗീയതയെ ഉയർത്തിപ്പിടിച്ചാണ് അന്നു മുതൽ RSS പ്രവർത്തിക്കുന്നത്. ഇപ്പോ അത് 95 കൊല്ലം 100 കൊല്ലമാകുമ്പോൾ 97 കൊല്ലായി. നീണ്ട കാലത്തെ ഒരു വലിയ പ്രവർത്തനം RSSന്റെ ഭാഗത്തുണ്ട്. കേരളത്തിലും RSS ശക്തമായി ഈ ആശയ പ്രചാരണത്തിന്റെ പാതയിലാണ്. അതിന് ഫലം കാണുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് LDF തുടർ ഭരണത്തിലേക്ക് വരുന്നത്. നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ്. പക്ഷേ ആ തുടർ ഭരണത്തിന്റെ ആഹ്ലാദത്തിൽ നമുക്ക് വിശ്രമിക്കാനാവില്ല. എന്തുകൊണ്ടാവില്ല? തിരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോഴും വർഗീയമായ ആശയങ്ങൾ കേരളീയ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. തിരഞ്ഞെടുപ്പിൽ അവർ തോറ്റിട്ടുണ്ടാവാം, വോട്ട് കുറച്ച് കുറഞ്ഞിട്ടുമുണ്ടാവാം. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പച്ചയായി വർഗീയത പറയാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇല്ലേ? പണ്ടങ്ങനെ കാണാൻ പറ്റുമായിരുന്നില്ല. ഉള്ളിന്റെ ഉള്ളിൽ വർഗീയത ഇത്തിരി ഉണ്ടെങ്കിലും അത് പരസ്യമായി പറയാനുള്ള ഒരു മടി മലയാളികൾക്ക് പൊതുവിലുണ്ടായിരുന്നു. ആ മടി ഇപ്പൊ കുറേശ്ശെ മാറിയില്ലേ? ഇപ്പൊ പച്ചയായി വർഗീയത പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ പത്രത്തിൽ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച വാർത്ത അച്ചടിച്ചു വന്നാൽ ആ വാർത്ത വായിച്ചിട്ട് ആ കേസിലെ പ്രതികളുടെ പേര് വായിച്ച് അത് ഏത് മതത്തിൽപ്പെട്ടയാളാണ് എന്ന് മനസ്സിലാക്കി ആ മതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരവേല ഇപ്പൊ കേരളത്തിൽ നടക്കുന്നില്ലേ? മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് പതിറ്റാണ്ടുകളായി RSS നടത്തിയ തീവ്ര വർഗീയ പ്രചാരവേലയുടെ ഒരു ഫലമാണ്, ഒരു സംശയവുമില്ല. RSSന്റെ ഈ വർഗീയ പ്രചാരവേലയോടൊപ്പം ഇപ്പോ ഒരു സൗഹൃദ മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും. അതിനും സംശയമില്ല. ഇവർ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇരു കൂട്ടരും പരസ്പരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണങ്ങളായി.
അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് ആവേശം കൊള്ളാൻ ഒരു മടിയുമില്ലാത്തവരായി, അല്ലെങ്കിൽ ആവേശം കൊള്ളുന്നവരായി ഒരു ചെറിയ കൂട്ടർ കേരളത്തിലുണ്ട്. RSSഉം അതുപോലെ തന്നെ ഇസ്ലാമിക വർഗീയതയുടെ ഭാഗമായി നിൽക്കുന്ന കൂട്ടരും, ഈ രണ്ടു കൂട്ടരും ഇപ്പൊ കേരളയിൽ വിഷയത്തിൽ കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ്. ഒരുമിച്ചാണ് സമരം. ഈ വർഗീയതകളെല്ലാം ആത്യന്തികമായി മനുഷ്യത്വത്തിനെതിരാണ്. ഏതെങ്കിലും ഒരു വർഗീയതയോട് അയവേറിയ സമീപനം സ്വീകരിക്കുക എന്നത് അചിന്ത്യമാണ് മനുഷ്യർക്ക്. എന്തുകൊണ്ട്? ഇപ്പൊ നമ്മുടെ പ്രസംഗങ്ങളിലെല്ലാം കുറച്ച് കൂടുതൽ RSSനെ കുറിച്ച് പറയുന്നുണ്ടാവും. അപ്പൊ ആളുകൾ ധരിക്കുമോ ഇവർക്ക് RSSനോട് കുറച്ച് കൂടുതൽ എതിർപ്പുണ്ട്, ഇസ്ലാമിക വർഗീയതയോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗീയതയോട് ഇത്തിരി എതിർപ്പ് കുറവാണ്. അങ്ങനെയൊന്നുമല്ല. പക്ഷെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ നമ്മളെ ശരിയാവണ്ണമുള്ള വിമർശനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ. RSS ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണത്തെ നിയന്ത്രിക്കുകയാണ് RSS. മറുവശത്ത് പോപ്പുലർ ഫ്രണ്ടോ ജമാഅത്തെ ഇസ്ലാമി എടുത്താൽ ഒരു പഞ്ചായത്തിനെ പോലും നിയന്ത്രിക്കാനായിട്ടില്ല, വളർന്നിട്ടില്ല. വളർന്നാൽ മറ്റൊരു RSS ആണ്, ഒരു സംശയവും വേണ്ട. പക്ഷെ ഇപ്പൊ അത്രയില്ല. അപ്പൊ രാജ്യത്തിന്റെ അധികാരം കൈയാളുന്ന അതീവ അപകടകാരികളായ RSSനെതിരെ അതിശക്തമായി വിമർശനം ഉന്നയിക്കും, തുറന്നു കാണിക്കാൻ ശ്രമിക്കും. മറ്റേ കൂട്ടർ ആ നിലയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയാധികാരം കൈയാളുന്ന നിലയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ആ ആശയം അപകടമാണ്. ഏത് നിറത്തിലുള്ള വർഗീയതയും മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതാണെന്നും ആത്യന്തികമായി മാനവരാശിയുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നതാണ് എന്നുമുള്ള ശരിയായ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നാം വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത്. ഈ വർഗീയതയ്ക്ക് വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല. വിശ്വാസിക്ക് ഇതിലെന്ത് കാര്യം? മാത്രവുമല്ല, ഇന്ത്യ കണ്ട വലിയ വർഗീയവാദികളിൽ, മതരാഷ്ട്രവാദികളിൽ പലരും വിശ്വാസികളെ ആയിരുന്നില്ല. സവർക്കർ വിശ്വാസിയായിരുന്നു അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് അലി ജിന്ന ആ അർത്ഥത്തിൽ ഒരു വിശ്വാസിയായിരുന്നു അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഇസ്ലാമിക ചര്യ അനുസരിച്ച് നിഷിദ്ധമാണെന്ന് കരുതപ്പെടുന്ന ഭക്ഷണപാനീയങ്ങളാണത്രേ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായിരുന്നത്. അതെന്തെന്നുള്ളതൊക്കെ പോട്ടെ. അപ്പോ മതരാഷ്ട്രവാദമുയർത്തിയവർ, മതത്തെ മുൻനിർത്തി രാഷ്ട്രീയ അധികാരം എത്തിപ്പിടിക്കാൻ ശ്രമിച്ചവർ, അവരൊന്നും വിശ്വാസികൾ പോലും ആയിരുന്നില്ല പലപ്പോഴും എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. മറിച്ച് വിശ്വാസികൾക്കിടയിൽ വിശ്വാസത്തിന്റെ പേരിലുള്ള കള്ളക്കച്ചവടം നടത്താനാണ് ഈ വർഗീയവാദികൾ ശ്രമിച്ചിട്ടുള്ളത്. വിശ്വാസികൾക്കിടയിൽ ഒരുതരം കരിഞ്ചന്ത കച്ചവടമാണ് എല്ലാ വർഗീയവാദികളും നടത്തിയിട്ടുള്ളത്. വിശ്വാസികളെ ആകമാനം വോട്ട് ബാങ്കാക്കി മാറ്റി അധികാരത്തിൽ വരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിനെ സത്യത്തിൽ ഏറ്റവും ശക്തമായി എതിർക്കേണ്ടത് വിശ്വാസികൾ തന്നെയാണ്. വർഗീയ വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖ്യധാരയിൽ എല്ലാ വിശ്വാസികളെയും നമുക്ക് അണിനിരത്താൻ കഴിയണം. എല്ലാ വിശ്വാസികളെയും വർഗീയതയ്ക്കെതിരായ സമരത്തിൽ അണിനിരത്താൻ കഴിയുമ്പോഴാണ് വർഗീയ വിരുദ്ധ പോരാട്ടം വിജയിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ മതനിരപേക്ഷതയാണ് എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. മതനിരപേക്ഷത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്ര സങ്കല്പമാണ്. പ്രധാനമായും മതനിരപേക്ഷ രാഷ്ട്രം എന്നാണ് പറയാം. മതനിരപേക്ഷ രാഷ്ട്രം എന്ന വാക്കിന്റെ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ആ അർത്ഥം രാഷ്ട്രത്തിന് മതമില്ല എന്ന് തന്നെയാണ്, രാജ്യത്തിന് മതമില്ല. എന്നാൽ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രത്യേകത രാഷ്ട്രത്തിന് മതമില്ല എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തികൾക്കോ പൗരന്മാർക്കോ അത് ഇഷ്ടപ്പെട്ട മതവിശ്വാസമാകാം എന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ആ മത ആചാരങ്ങൾ അനുസരിച്ച്, അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാം. നിങ്ങൾക്ക് ഒരു മതത്തിലും വിശ്വസിക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെയും ജീവിക്കാം. അതാണ് സമ്പൂർണമായ സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിലും താല്പര്യമില്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യമാണ്. ഇപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയിൽ HV കാമത്ത് ഒരിക്കലൊരു ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതിന് പകരം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാക്കണം. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കേണ്ടത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആവണ്ട, പകരം ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങണം. അദ്ദേഹത്തിന്റെ വാദഗതികൾ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞപ്പോ ഹൃദയനാഥ് കുൻസുറുവാണ് അതിനെ ഖണ്ഡിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ ആരുടേതാണ് എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ആരുടേതാണ്? അദ്ദേഹം പറയുന്നു ഇന്ത്യ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഇന്ത്യയിൽ ജീവിക്കുന്ന സകലരുടേതുമാണ് ഇന്ത്യ.
അത് ഏത് മതത്തിലും ജാതിയിലും വിഭാഗത്തിലും പ്രദേശത്തും ആരുമാവട്ടെ, ഈ രാജ്യത്ത് അധിവസിക്കുന്ന മുഴുവൻ മനുഷ്യരുടേതുമാണ് ഇന്ത്യ. അവിടെ ദൈവനാമത്തിൽ എന്ന് എഴുതി വെച്ചാൽ ദൈവവിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ രാജ്യമാണോ എന്ന സംശയം തോന്നും. കാരണം ഇത് വിശ്വാസികളുടെ രാജ്യമാണ്. അപ്പൊ ഞാൻ ഈ രാജ്യത്തിന് പുറത്താണോ എന്ന് തോന്നൽ വരും. അപ്പൊ അയാളെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ. വിശ്വാസികളെയും അവിശ്വാസികളെയും നിരീശ്വരവാദികളെയും എല്ലാം ഇന്ത്യ ഉൾക്കൊള്ളുന്നതാണ്. ആ വൈവിധ്യമാണ് നമ്മുടെ മൂലധനം എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ വാദഗതിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചത്, ആ മൂല്യങ്ങൾ പരമപ്രധാനമായി കണക്കാക്കിയത്. പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത തന്നെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടുകയുമാണ്. ഞാനത് കൂടുതൽ സമയമെടുത്ത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രബലമായ വെല്ലുവിളി വർഗീയതയുടെ വെല്ലുവിളിയാണ്, മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളിയാണ്. അതാവട്ടെ ഇന്ത്യയെ തകർക്കാൻ കെൽപ്പുള്ളതാണ്. നിർഭാഗ്യവശാൽ ആ വെല്ലുവിളി ഉയർത്തുന്നത് ഇന്ത്യയിലെ ഭരണകർത്താക്കളാണ്, ഇന്ത്യ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ ശക്തിയാണ് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം നിയന്ത്രിക്കുന്നത്. ഇന്ത്യ വിരുദ്ധന്മാരുടെ കയ്യിലാണ്, ഇന്ത്യയുടെ ശത്രുക്കളുടെ കയ്യിലാണ് ഇന്ന് ഇന്ത്യയിൽ അധികാരമുള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ചരിത്രപരമായി ബാധ്യതയുള്ള ഒരു കൂട്ടർ തീർച്ചയായും കോൺഗ്രസ് ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എന്നാൽ കോൺഗ്രസ് ആ ഉത്തരവാദിത്വം ഇപ്പോൾ നിർവഹിക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല. പണ്ഡിറ്റ് നെഹ്റു എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങളും നിലനിൽക്കുമ്പോഴും മതനിരപേക്ഷത മുറുകെ പിടിച്ചിരുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു, ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു അദ്ദേഹം. എന്നാൽ നെഹ്റുവിനോടൊപ്പം കോൺഗ്രസിലെ മതനിരപേക്ഷതയും ഇല്ലാതെയായി നമ്മോട് കൂടെ പറഞ്ഞു. ഇന്ന് കോൺഗ്രസിന് മതനിരപേക്ഷതയുടെ പതാക ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നേയില്ല. രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗത്തിൽ നമ്മൾ അതാണ് കേട്ടത്. വർഗീയതയുടെ ഓരം ചേർന്ന് നിൽക്കാനാകുമോ എന്നാണ് കോൺഗ്രസ് ഇന്ന് നോക്കുന്നത്. മേഘാലയയിൽ അതിന്റെ ആദ്യത്തെ തുടക്കം നമുക്ക് കാണാം. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിൽ കോൺഗ്രസ് BJPയുമായി ചേർന്ന ഒരു മുന്നണിയായിരിക്കുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത. മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. MDMA അല്ല, അത് മയക്കുമരുന്നാണ്. MDA കേന്ദ്രം ഭരിക്കുന്ന NDA ആണ്. ഒരു അക്ഷരത്തിന്റെ വ്യത്യാസം. മേഘാലയയിൽ രൂപീകരിക്കപ്പെട്ട ഒരു മുന്നണി, ആ മുന്നണിയിലെ ഘടകകക്ഷികളാണ് കോൺഗ്രസും BJPയും. BJPയും കോൺഗ്രസും ഒരുമിച്ച് ഒരു മുന്നണിയായിട്ട് നിൽക്കുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് നിന്നും ഒരു തുടക്കമാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗം കൂടി കഴിയുമ്പോൾ നാളെ BJP നേതൃത്വം കൊടുക്കുന്ന NDAയിലെ ഒരു ഘടകകക്ഷിയായി കോൺഗ്രസ് മാറിയാലും അത്ഭുതപ്പെടാനില്ല. കേരളത്തിൽ തന്നെ ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്നത് പകുതി BJPക്കാരനായിട്ടുള്ള ഒരു KPCC പ്രസിഡന്റാണ്. ഇതൊരു ആരോപണമല്ല. എനിക്ക് ശരിയെന്ന് തോന്നിയാൽ, എനിക്ക് യോജിച്ച് പോകാമെന്ന് തോന്നിയാൽ ഞാൻ BJPയോടൊപ്പം പോകുമെന്നാണ്. ഐ വിൽ ഗോ വിത്ത് BJP എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇന്ന് പോകുവോ, നാളെ പോകുവോ, അടുത്ത ആഴ്ച പോകുവോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. പോകും എന്ന കാര്യം ഉറപ്പ്, 100% ഉറപ്പ്. ആ ഒരു പരിതസ്ഥിതിയിലാണ് ഇന്ന് കേരളവും ഇന്ത്യയും ഒക്കെ എത്തി നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ മതനിരപേക്ഷവാദികളുടെ യോജിച്ച പോരാട്ടത്തിന് കോൺഗ്രസിനെ കാത്തു നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കോൺഗ്രസ് ആ പതാക താഴെ വെച്ചു. മറിച്ച് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുമ്പോഴും വർഗീയതയുടെ ഓരത്ത് നിൽക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ എല്ലാം അവസരത്തിനൊത്തുയർന്ന് വർഗീയതയ്ക്കെതിരായ പോരാട്ടം രാജ്യരക്ഷാർത്ഥം ശക്തമാക്കും വരും നാളുകളിൽ എന്ന് പ്രതീക്ഷിക്കാനാണ് നമുക്കാവുക. തീർച്ചയായും അത്തരമൊരു രാജ്യ താൽപര്യാർത്ഥമുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിന് സഹായകരമായ തീരുമാനങ്ങൾ പാർട്ടിയുടെ 23ാം കോൺഗ്രസിന്റെ വേദിയിൽ ഉണ്ടാവും
എന്ന പ്രതീക്ഷയാണ് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന എല്ലാവരും ഇപ്പോൾ വെച്ചു പുലർത്തുന്നത്. ആ പ്രതീക്ഷയോട് നീതി പുലർത്താൻ നമ്മളുടെ പാർട്ടി കോൺഗ്രസിന് തീർച്ചയായും സാധിക്കും. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ ഈ കാലത്ത് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ സമർപ്പിത മനസ്സോടെ മുൻപോട്ട് പോകാൻ, നമ്മുടെ നാടിനാകെ ധൈര്യവും ഊർജവും പകർന്നു നൽകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. അഭിവാദം.